ഹലോ ഗായ്സ്, ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ വ്ളോഗ് ആദ്യമായിട്ടാണ് എടുക്കുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരവും വീടും കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട് മനസ്സിലാക്കി. ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട് എന്ന് പറയണത് തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ ചേറൂര് രാമാറമ്പുരം എന്ന് പറയും. പിന്നെ പള്ളിമൂല വിമല കോളേജ് എന്ന് പറയും. അവിടെ നിന്ന് ചേറൂര് തുരുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ വീട് വരുന്നത്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ പുറത്തേക്ക് പോണ്. ചെക്കനെ ട്യൂഷന് കൊണ്ടുപോകാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങണ്. നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി. നമ്മൾ ഇതിന് നമ്മുടെ വീടിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതിന് തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ കല്ലടിമൂല രാമർമൂല പള്ളിമൂല ആ ഭാഗത്തൊക്കെ ആയിട്ട് ഉള്ളേരിയയിലേക്ക് കയറിയിട്ടുള്ളൊരു സ്ഥലമാണ് തുരുത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ട, ആ സൈഡൊക്കെ കണ്ട തോടാണ് കേട്ടോ. അതൊക്കെ നല്ല തോടാണ്. നമ്മുടെ ഇവിടേക്ക് നമ്മുടെ ശാന്തിനഗർ ആ ഭാഗത്തേക്കൊക്കെ കയറുന്ന ഒരു തോടാണിത്. നടുപ്പാടത്തായിട്ടാണ് നമ്മുടെ വീട് വരുന്നത്. നല്ല മഴയുണ്ട്. പിന്നെ ഇവിടെ ആകെ ഉള്ളത് 3-4 വീടുകളാണ് കേട്ടോ. വേണ്ട 3-4 വീടുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ആ ഒരു 4 വീടാണ് ഉള്ളൂ. അവിടേക്കുള്ള നടക്കാനുള്ളൊരു വഴിയാണ്. വഴിയൊന്നുമില്ല ഇവിടെ. നമ്മൾ ഈ കാടമ്മ കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ കേട്ടാ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. നോക്കിയ തോട്, നോക്കിയ വലിയ തോടുണ്ട്. തോട് അതേപോലെ റോഡും നമ്മുടെ അവിടേക്ക് ഈ ഒരു 4 വീട്ടോളിക്ക് മാത്രം വഴിയില്ലായുള്ളൂ. വേറെ ഒന്നും കുഴപ്പമില്ല. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ വെള്ളമുണ്ട്. പിന്നെ നമ്മുടെ അവിടേക്ക് ടൗണിലേക്കൊക്കെ പോകാനൊക്കെ സുഖമാണ്. ഇത് നമ്മുടെ പാടും തോടും കൂടി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇതേക്കടാ, ഈ ഒരു ചെറിയൊരു പാലത്തുമ്മ കൂടിയാണ് നമ്മൾ വീട്ടിലേക്ക് പോകലും വരവും അല്ലാതെ ഉള്ളത്. ഇതാണ് റോഡ് വരുന്നത് കേട്ടാ. നമ്മുടെ റോഡ് വരുന്നത് ഇതാണ് റോഡ്. കണ്ടാ, നോക്കിയേ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പം ഞാനിത് തോടും കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. നമ്മളിപ്പോൾ തിരിക്കണേ. നമ്മളിപ്പോൾ കുറ്റുമുക്കിലേക്കാണ് പോണത്. കുറ്റുമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഓക്കെ, ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സ്ഥലം വരുന്നത്. കണ്ടാ, നോക്കിയേ, നോക്കിയേ നല്ല തോടും നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇത്തിരി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തന്നെ വേണം. കണ്ടാ, ഇവിടൊക്കെ വഴികളൊക്കെ ഉണ്ട്. നല്ല വീടുകളൊക്കെ ഉണ്ട്. വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടൊക്കെ. അമ്മു വണ്ടി എടുക്കാൻ പോണു. അതിനൊക്കെ ഞങ്ങൾ 2 പേരുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് വിനീഷ് എന്നാണ്. പിന്നെ എൻ്റെ വൈഫാണ് അഞ്ജനാന്ന് പേര്. അമ്മൂന്ന് വിളിക്കും. പിന്നെ എനിക്ക് വർക്ക് വരുന്നത് മീൻ കച്ചവടമാണ്. എൻ്റെ കൂടെ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ ഉണ്ടാവും. നമ്മൾ കുറ്റുമുക്കൊരു ഭാഗത്തായിട്ടാണ് നമ്മൾ മീൻ കച്ചവടം ചെയ്യണത്. പിന്നെ ഞങ്ങൾക്ക് 2 പിള്ളേർ. അങ്ങനെ കൊച്ചൊരു കുടുംബം. അപ്പോൾ ഞങ്ങളൊക്കെ വണ്ടിയുമ്പോൾ പോണ്. ഞങ്ങളെ അപ്പോൾ ആദ്യം പോണത് റേഷൻ കടയിലേക്കാണ്. മഴയൊക്കെ ആയില്ലേ, റേഷനൊന്നും കിട്ടിയിട്ടില്ല. അത് കാരണം റേഷൻ കടയിൽ പോവാണ്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴുള്ള വഴിയാണ് കേട്ടത്. വീട്ടിൽ നിന്ന് നമ്മൾ കുറ്റുമുക്കിലേക്കാണ് പോണത്. കുറ്റുമുക്കിലേക്ക് പോകുമ്പോഴുള്ള വഴിയാണ്. റോഡുണ്ട് കേട്ടോ. അതെ, അയ്യോ കൊട കാറ്റത്ത് പറഞ്ഞു പോണോടി. കൊട പിടിക്ക്. നമ്മളെ വഴി കുറ്റുമുക്കിലേക്ക് പോകാനുള്ള വഴി. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ മണ്ണുത്തിക്കെത്തും. പിന്നെ നെട്ടിശ്ശേരി, മണ്ണുത്തി, വടക്കാഞ്ചേരി ആ ഭാഗം പാലക്കാടൊക്കെ കയറി പോകാൻ പറ്റുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ ഇവിടെ. നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുന്നു. കണ്ട തോടൊക്കെ നിറഞ്ഞ് നല്ല വെള്ളമായി. ഒരു ദിവസം കൊണ്ട് തോടൊക്കെ നിറഞ്ഞ് ആദ്യ ഗെയിമായി. നോക്കിയേ, തോട് കണ്ട നല്ല വെള്ളമായി. ഇവിടെയൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു വരമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടേക്കിന് റോഡ് വന്നത്. ഇവിടെയൊക്കെ നിറച്ച് പാടായിരുന്നു. പിന്നെ നിറച്ച് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വീടൊക്കെ കാണാറുന്നു. അത് ഇവിടെ വീടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊക്കെ നിറച്ച് വീടുകളായി.
നമ്മള് പ്ലാൻ മാറ്റിട്ടാ വണ്ടിയും ഇരുന്നിട്ട് പ്ലാൻ മാറ്റില്ലേ. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമുണ്ട്, നല്ല പൊരിപ്പ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണുത്തിയും നമ്മുടെ ഈ ഭാഗമായി ടച്ച് ചെയ്യുന്നത് ഒരു 3-4 പാടം വരുന്ന ഒരു ഭാഗത്ത് നിന്നാണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ സ്ഥലം ഒന്ന് കാണാം. നെറ്റിശ്ശേരി എന്ന് പറയും, നെറ്റിശ്ശേരി പാടെന്ന് പറയും, അങ്ങനെ കുറ്റുമുക്ക് പാടെന്ന് പറയും. നമ്മുടെ ആ റോഡുകളൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പാടാണിത്. നല്ല രസമാണ് കാണാൻ. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത വൈബാണത്. നമുക്ക് അവിടേക്ക് പോയിട്ട് കാണാടാ. ഇതിന് പാടം നെറ്റിശ്ശേരി പാടെന്ന് പറയും. നല്ല വൈബ് സ്ഥലമാണ്. എനിക്ക് തോടൊക്കെ കണ്ട, തോടും പാടൊന്നും കാണാമെന്ന് അറിയാത്ത പോലെ തുടങ്ങി. അതേപോലത്തെ സ്ഥലമായി തുടങ്ങിയിട്ടാ. നോക്കിയേ, 2 ദിവസം കൂടി മഴ പെയ്തേ ഇവിടെ വീടും മുങ്ങും. കണ്ട നല്ല രസം കേട്ടാ. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. പാടെന്ന് പറഞ്ഞാൽ നോക്കിയത് ഇവിടെ ഇപ്പോഴാണ് വീടുകളായി തുടങ്ങിയത്. ഇവിടെ നിറച്ച് നദി മണ്ണും കുഴിയൊക്കെ പോലത്തെ സ്ഥലമായിരുന്നു. അപ്പൊ ഇവിടെ ആൾക്കാരൊക്കെ മണ്ണടിച്ച് വീടുകളായി തുടങ്ങി. കണ്ട നല്ല രസം കേട്ടാ. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നൈറ്റൊക്കെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാനും ഇതിനൊക്കെ ആയിട്ട് കുറെ ചേച്ചി ചാട്ടന്മാര്, പിന്നെ ഉച്ചക്കൊക്കെ കുറെ പ്രണയ ജോഡികളും കാര്യങ്ങളൊക്കെ ഇരിക്കും. നമ്മുടെ വിമല കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജൊക്കെ അടുത്തായ കാരണം അവര് ഫുൾ ടൈം ഇവിടെയാണ്. ഫുൾ ടൈം നല്ല എൻജോയ് ചെയ്യാനും ഇരിക്കാൻ, നല്ല കഥകൾ പറഞ്ഞിരിക്കാനും എല്ലാവർക്കും കൊണ്ടും നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ വീട്ടിലിരുന്നിട്ട് വല്ല ഞായറാഴ്ച ദിവസമൊക്കെ ചേച്ചിമാര് വല്ല ശല്യം ചെയ്യാനാ, സബോള അരിയാനാ, ഉള്ളിരിയാനാ, തക്കാളി അരിയാനൊക്കെ എന്ന് പറയുമ്പോൾ ചേട്ടന്മാര് വെറുതെ ഇവിടെ വന്നിരുന്നിട്ട് നന്നായി എൻജോയ് ചെയ്യാനും പിന്നെ ഒരു സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ചേട്ടന്മാര് വരും. ഞാൻ വന്നിട്ടില്ലാട്ടാ, ഞാന് ലക്കിലായിട്ട് എല്ലാരും ഒരു കാര്യം പറഞ്ഞത് കേൾക്കണ്ട. നല്ല വൈബ് പാടാണ് കേട്ടോ, വൈബ് പാടം. അപ്പുറത്തെ ഭാഗം വരുന്നത് വില്ലടം ഭാഗം വരുന്നത് കണ്ട നല്ല രസം. തോടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 2 മുതൽ പോലെ തോടുകള്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് രസമുണ്ടെന്ന് പറയുള്ളൂ, നിങ്ങൾക്ക് നല്ല രസം എനിക്ക് കമന്റ് ആയിട്ട് എല്ലാവരും പറഞ്ഞു തന്നോളൂ എങ്ങനെയാന്നുള്ളത്. നല്ലൊരു പൂമരാണ് കേട്ടോ, പൂമരം നമ്മുടെ റോട്ടിലേക്ക് നിൽക്കണ. ഇതൊരു 1.5 കിലോമീറ്റർ കഷ്ടി ഇതാണ്. ആൾക്കാര് നടക്കാൻ ഇറങ്ങുന്നുണ്ട്, ആൾക്കാര് നടക്കാനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണ്. ഇതൊരു ചെറിയൊരു ബജ്ജി കടയിന് ഇപ്പൊ ഓപ്പണിങ് ആയിട്ടില്ല. 7 മണി തൊട്ടാണ് ഇവിടെ ഓപ്പണിങ് വരുന്നത്. കണ്ടാ ചെറിയ ബജ്ജി കടയിനത്. ലേസ് മഴയൊക്കെ കൊണ്ട് ചെറുതായിട്ട് ഒരു വിറയിലൊക്കെ വരുന്നുണ്ട്. അവിടെ തീമൊളിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ലേ പ്രണയ ജോഡികൾ അങ്ങനെ വല്ലാണ്ട് അവരെ ഫോട്ടോ എടുക്കാൻ പാടില്ലല്ലോ. അവര് ചോദിക്കില്ലേ എന്തിട്ടാ സംഭവം എന്നൊക്കെ ചോദിക്കില്ലേ. അത് കാരണം ഇതിവിടെ കൊണ്ട് പാടം അവസാനിക്കും. കണ്ട ഇതാണ് മണ്ണുത്തിലേക്ക് കയറുന്ന റോഡ്. മണ്ണുത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞങ്ങളുടെ വീടുകളാണ്. ഒരു 1 കിലോമീറ്റർ കഷ്ടിന് നിൽക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇത് പാടായിട്ടിടാം. അപ്പൊ ആരെങ്കിലൊക്കെ ഈ വഴികളൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുറച്ചേരം ഇരുന്ന് പ്രണയ ജോഡികൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ആരെ കണ്ടൊന്നും തന്നെ ശല്യം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വല്ല കലാപിള്ളേരിയും നല്ല സൈലന്റ് മൂടാണ്. എല്ലാവർക്കും വന്നിരിക്കാം, കുഴപ്പമില്ല. ഇതെന്റെ കൂട്ടാനുണ്ടല്ലോ മച്ചാൻ. എങ്ങനെ പോടേ, എവിടെയായിരുന്നു നടത്തറ? അപ്പൊ കൂട്ടാനാണ് കേട്ടാ. അവൻ പണി കഴിഞ്ഞ് പോണ്. എനിക്കാണെങ്കിൽ മഴ പെയ്ത കാരണം പണിയൊന്നുമില്ല. ആ കാരണം ഞങ്ങൾ ഇതാണ് പരിപാടി. കേട്ടോ വണ്ടിയൊക്കെ തുറന്നിട്ടിട്ട് എല്ലാരും നല്ല മഴ കാരണമാണ്. അല്ലെങ്കിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു, ഇഷ്ടമാതിരി പേരുണ്ടായിരുന്നു. വണ്ടിയിലൊക്കെ 2 പേരിക്കുന്നുണ്ടാ. അവര് നോക്കി അടിച്ച് പൊളിച്ച് 2 പിള്ളേരൊക്കെ ഇരുന്നിട്ട് സിനിമയ്ക്ക് ഇരുന്ന് കാണണ്ട്. അവരെ
നല്ല മഴയായിട്ടാ, നല്ല മഴ, നല്ല മഴ, അവിടെ നല്ല മഴ. എനിക്ക് കുട പിടിച്ചിട്ട് വണ്ടി ചെയ്യാൻ പറ്റണില്ല, അതേപോലത്തെ മഴയായിട്ടാ. അപ്പൊ ശരി, നമുക്കിനി ഇത് ഞങ്ങള് വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി രണ്ടാമത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അതേ കാരണം നല്ല കാറ്റ് നല്ല മഴയുണ്ട്. നിങ്ങൾക്ക് കണ്ടായിരുന്നോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ. അപ്പൊ നല്ല കാറ്റ് നല്ല മഴയുണ്ട്. അപ്പൊ ഞാനോ നമുക്ക് റേഷൻ കടയിൽ പോയിട്ട് അവിടെ പോയിട്ട് ഞാൻ അവർക്ക് വീഡിയോ കാര്യം പറഞ്ഞ് ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പോണ്. അതിന് നമ്മുടെ അമ്പലത്തറയും ഞാൻ അമ്പലം കാണിച്ചുതരാം. നമ്മൾ ശരിക്കും ഒരു ഗ്രാമത്തിന്റെ നടുക്കിൽ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അമ്പലം, അങ്ങനെയാണ് ഒരു അമ്പലം വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ അമ്പലട്ടാ, കുത്തുമുക്ക് അമ്പലട്ടാ, മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നുണ്ടാ. നല്ല ഭംഗിയുണ്ടല്ല, നല്ല വൈബ് അമ്പലാണ്. നല്ല നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. ഒരു പ്രത്യേകത, നമ്മുടെ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ ഉള്ളിലൊക്കെ കയറുന്ന പോലത്തെ ഒരു ഫീലിംഗാണ് അതിൻ്റെ ഉള്ളിൽ. കൊച്ചു കൊച്ചു ലോട്ടറി കടകള് വലിയ ടൗണൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഇവിടെ കിട്ടാത്ത സാധനങ്ങളും ഇല്ല. അങ്ങനെ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നേരെ പോയാലാണ് നമ്മൾ മീൻ കച്ചവടം ചെയ്യുന്ന സ്ഥലം. നമ്മളൊരു വീട്ടിലാണ് മീൻ കച്ചവടം ചെയ്യണത് കേട്ടാ. അത് ഞങ്ങൾ പിന്നൊരു ദിവസം അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഇവിടെ നിന്ന് കുറച്ച് നമുക്ക് അരി വെടിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ റേഷൻ കടയിലേക്ക് പോയിട്ട് നമുക്ക് അരി വെടിക്കാം. ഇപ്പം മഴയ്ക്ക് ഇനി വരാൻ പോണത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാമില്ലല്ലോ. ഏനാട്ടാ ഞങ്ങള് റേഷൻ കട എത്താറായി. റേഷൻ കടയിൽ ആരും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. റേഷൻ കട എത്താറായില്ലേ? റേഷൻ കട എത്തിയിട്ടാ, റേഷൻ കട എത്തി. നമ്മളെ റേഷൻ കട റേഷൻ കടയിൽ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അത് വല്ല വീഡിയോ എടുക്കാനൊക്കെ എന്ന് പറഞ്ഞ് കലാപം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരാണ്. അപ്പോൾ മോൻ്റെ ട്യൂഷൻ ടീച്ചർ വിളിച്ചിട്ടുണ്ട്, ട്യൂഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇനി അവനെ എടുക്കാനായിട്ട് ഞങ്ങൾ ചെറുമുക്കമ്പലത്തിൻ്റെ അവിടെയാണ് അവൻ്റെ ട്യൂഷൻ. ചെറുമുക്കമ്പലം ഞങ്ങൾ കാണിച്ചതാണ്. അവിടെ നമ്മുടെ നന്ദമാഷിൻ്റെ അവിടെയാണ് ട്യൂഷന് പോണത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് മോനെ നമ്മൾ കാണിച്ചിരുന്നത്. ചെറുമുക്കമ്പലത്തിൻ്റെ വൈബ് അറിയണമെങ്കിൽ നേരിട്ട് കാണണം. പിന്നെ നമ്മുടെ 2 കിലോമീറ്റർ അമ്പലത്തിന്റെ ഫ്രണ്ടേജിൽ ഇങ്ങനെ നേരെയാണ് വഴി വരുന്നത്. ഇവിടുന്ന് വഴി വന്നിട്ട് പിന്നെ ബാക്കിയുള്ള വഴികൾ തിരിഞ്ഞു പോകണം. നല്ല വൈബാണ്, നല്ല മഴയില്ല, നല്ല മഴ പറഞ്ഞ നല്ല മഴയത്ത് നല്ല സുഖമായിട്ട് ബജ്ജി ചെറുതായാലും കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. കാണിച്ചു കൊടുക്കറ. അവിടെ വീഡിയോ അങ്ങോട്ട് തിരിച്ചില്ല പോണ. ഇതാണ് ട്യൂഷൻ സെന്റർ. വരുന്നതാണ് ഞങ്ങളുടെ മോൻ കിത്തു. നേരത്തെ കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ ബജ്ജിക്കട. ബജ്ജിയാണ് 8 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നല്ല ബജ്ജിക്കടയാണ്. പോയി ഇവിടെ ഒരു തോട്, കുഞ്ഞൊരു തോട്, ആ തോട്ടിലേക്ക് എത്തും ഈ വെള്ളമൊക്കെ. ഇന്നും കൂടി നിന്ന് മഴ പെയ്യാണെങ്കിൽ ഈ പാടം തോടും ഒക്കെ ഒരുപോലെ കിടക്കും. പാടം തോടും ചെറിയ തോടുകൾ ക്ലിയർ ആയി. പശു നമ്മുടെ വീടെത്തിയിട്ടില്ല, വീടിൻ്റെ അടുത്തെത്തി. ഇനിയാണ് നമുക്ക് ഏറ്റവും വലിയ കടമ്പ. നമ്മുടെ ഈ അരി ചാക്ക് നമ്മുടെ ഈ വഴി കൂടെ, നമ്മുടെ ഈ വരമ്പത്ത് കൂടെ വീട്ടിലെത്തിക്കണം. അതാണ് വലിയൊരു കടമ്പ. ഹലോ ഗൈസ്, ഞങ്ങളിതേ വീട് എത്തി. നമ്മൾ റോട്ടിലാണ് വണ്ടി വയ്ക്കുക. ഇതാ കണ്ട, ഈ സഞ്ചിയും ചാക്കും നമുക്ക് വീട് എത്തിക്കണം. ഇത് എത്തിക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. തിന്ന് തീർക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞങ്ങൾക്ക്. ഇതെങ്ങനെയും അവിടെ എത്തിച്ച് പിന്നെയുള്ള പരിപാടിയൊക്കെ ഞങ്ങൾ നോക്കും. അപ്പോൾ അടുത്ത നമുക്ക് കാണാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ തന്നെ തോട്. ഞാൻ അതിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശമൊക്കെ ആയിട്ട് ഒരുമിച്ച് കാണിച്ചു തരാട്ടാ.
തോടുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ട് തോട് കാണാനായിട്ട് നമുക്ക് പോവാം. അത് അച്ഛനെ കൊണ്ട് അച്ഛൻ വരും, അപ്പോൾ അച്ഛൻ എടുത്ത് കൊണ്ട് പോകും. പിന്നെ അത് അരി നമുക്കപ്പോൾ നമ്മുടെ തോട് കാണാനായിട്ട് പോവാം. ആഹാ, നമ്മുടെ കൂട്ടാൻ്റെ പട്ടീനെ കേട്ടാ. ഏതൊക്കെ പാടിയിലൊരു രണ്ടെണ്ണ അവിടെ പോയി, രണ്ടെണ്ണം അവിടെ കയറിക്കിണ്ട് കട്ടാ കിളികള് രണ്ടെണ്ണം കണ്ട. ഇത് നമ്മുടെ തോട് കേട്ടാ, തോട് കണ്ട. നല്ല ഫസ്റ്റ് നല്ല വീതിയുണ്ട്, അത്യാവശ്യം വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തോടിന്. പെട്ടെന്ന് കാണാൻ ഒരു മരണപ്പെടൊക്കെ ചെയ്യാന്നുള്ള രീതിയിലുള്ള തോടുണ്ട്. നമ്മൾ തോട്ടിലേക്ക് പോവാം. നമുക്ക് ഇത് ഫ്രണ്ടേജ് കണ്ട. ഇത് നമ്മൾ നേരത്തെ അവിടെ നിന്ന് വരുമ്പോൾ നെട്ടിശ്ശേരി പാടം കണ്ടില്ലേ, തോട് കണ്ടില്ലേ, ആ തോട് ഒഴുകി എത്തണതാണ് പിടിക്കിട്ടാ. നമ്മുടെ വീടിൻ്റെ ബാക്കാണ് നമ്മൾ നേരത്തെ പോയത്, നെട്ടിശ്ശേരി പാടത്തേക്ക് പോയത്. നമ്മൾ ആ പാടം കാണാനായിട്ട് പോയത്. ഇതാണ് തോട്. തോടിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെയാണ് കേട്ടോ. ഇത് അപ്പുറത്തേക്ക് കിടക്കും. അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് നെല്ലങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. നെല്ലങ്ങര, മുക്കാട്ടുകര എന്നൊക്കെ പറയും. നമ്മുടെ ഈ തോടിൻ്റെ അപ്പുറത്തെ ഭാഗം വരുന്നത് ഇത് തോട് വരുന്നത് കേട്ടോ. തോടെന്ന് പറയാൻ കാണാനുള്ള തോടുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്, അത്യാവശ്യം വെള്ളം ചാട്ടം പോലെയൊക്കെയുള്ള സ്ഥലമാണ്. കാണാനുള്ള സ്ഥലമുണ്ട് കേട്ടോ തോട്. ഇവിടെ അങ്ങനെ അറിയാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും തോട്ടില്. കേൾക്കണ്ട, നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല അറിയാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടുപോവും. പിന്നെ നല്ല വെള്ളം കൂടുതലും മുഴുക്കൊക്കെ ആയ കാരണം അങ്ങനെ അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കണ്ടോ, നല്ല ലെൻത്തുണ്ട് കേട്ടോ തോട്. നല്ല ലെൻത്തുണ്ട്, നല്ല വീതിയുണ്ട്. ഇത് വെള്ളം കൂടുതലായിട്ട് ഇങ്ങനെ ആയിട്ടുള്ളതാണ് തോട്ടിൽ. അപ്പുറത്തെ സൈഡൊക്കെ മുങ്ങിയിട്ടുള്ളതാണ്. ഇത് തോട് എന്ന് പറയുമ്പോൾ ബാക്ക് വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അധികം വീതിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വെള്ളം കയറിയിട്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. അരി എടുക്കാനായിട്ട് ഇത് അച്ഛൻ വന്നില്ലെന്നുണ്ട്. അമ്മ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് കണ്ട. അമ്മ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അച്ഛൻ വന്നിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. വേറെ ചീങ്കണ്ണികൾ ഇരിക്കണ. ചീങ്കണ്ണികൾ മഴ പെയ്തിട്ടിരിക്കുന്നു കേട്ടോ. മഴ ഇതായിട്ട് മഴ കൊണ്ടിട്ടിരിക്കുന്നു. നമ്മുടെ വെറുതെ ചാട്ടന്മാരുണ്ടാ. വേണ്ട, നമ്മളോട് ചാട്ടന്മാരാണ്. ഇത് എൻ്റെ നാട്ടിലും വണ്ടി വരും എന്ന് പറഞ്ഞ പോലെ എൻ്റെ നാട്ടിലും മോട്ടോർ ഷോ വന്നോണ്ടിരിക്കുന്നു. ഏടാ അമ്മുദേ വണ്ടി മാറ്റി വയ്ക്കാനുള്ള പരിപാടിയിലാണ്. അത് സഞ്ചി അച്ഛനവിടെ ഇനി നമ്മൾ അരിഞ്ചാക്ക് ഞാൻ കൊണ്ടുവയ്ക്കാം. 20 കിലോ അരിഞ്ചാക്ക് എടുത്തിട്ട് നമ്മുടെ ഈ കമ്പി പാലത്തുനിന്ന് കൂടെയും വരമ്പത്ത് കൂടി നമ്മുടെ വീട്ടിൽ എത്തിക്കാനുള്ളൊരു പെടാപാടാണ് കാണുന്നത്. ഈ സംഭവം വഴിയില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കിട്ടാറ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരി. ഹലോ, അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടാ. അങ്ങനെ എന്തേ വീട്ടിലേക്കുള്ള നടന്നുകൊണ്ടിരിക്കുന്നു. അവള് കോട്ടിട്ടിട്ട് കൊടയും ചൂടുന്നു. അത് രസമല്ലേ? മകള് ഇവിടെ മഴയും കൊണ്ട് നടക്കണ്. അപ്പോൾ നമുക്കൊരു സ്ഥലം കൂടി കാണാണ്ട്. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊത്തം ഈ ലൊക്കേഷൻ, നമ്മുടെ മിഷൻ ഹോസ്പിറ്റൽ, ആ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. നമുക്ക് വല്ലാണ്ട് വെറുപ്പിക്കുന്നില്ല ഫസ്റ്റ് വീഡിയോയിൽ തന്നെ. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. ഓക്കെ, ടെറസിൻ്റെ മുകളിൽ കയറാം. അയ്യോ അങ്ങേ, ഓ
ഇതിന് ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലിടാ കണ്ടാ തോട് കണ്ട തോട് തോട് ഇതേ തോട്. ഇത് നമ്മളെ ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് വരുന്നത്. ഇത് ഞെട്ടിശ്ശേരി മണ്ണുത്തി ആ ഭാഗമാണ് വരുന്നത്. എന്താ ഞെട്ടിശ്ശേരി മണ്ണുത്തി ഭാഗമാണ്. ഇതിപ്പോൾ അവിടെ ഓല കാര്യങ്ങളൊക്കെ നിൽക്കണ നമുക്ക് പെട്ടെന്ന് അങ്ങനെ കാണാൻ പറ്റില്ല. പിന്നെ ഈ ഭാഗം വരുന്നത് മിഷൻ ഹോസ്പിറ്റൽ. ആ കാണുന്നൊരു പീസാണ് മിഷൻ ഹോസ്പിറ്റൽ. കണ്ട ഇതാ കാണുന്നതാണ് മിഷൻ ഹോസ്പിറ്റൽ ആ ഭാഗം വരുന്നത്. പിന്നെ ഈ ഭാഗം അങ്ങനെ പിന്നെ മരങ്ങളൊക്കെ ആയ കാരണം നമുക്ക് അങ്ങനെ വല്ലാണ്ട് ഇപ്പോൾ കാണാനായിട്ട് പറ്റില്ല റോട്ടിലേക്ക്. ആദ്യമൊക്കെ ഇവിടുന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഉള്ളിലേക്ക് നമുക്ക് എങ്ങനെ പോയാലും കാണാം. ഇതാണ് നമ്മുടെ ടെറസിന് മുകളിലുള്ള ഇതാണ് നമ്മുടെ വീടിൻ്റെ ഏരിയ ഫുള്ളായിട്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ആയ കാരണം പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ വല്ല അറിവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ എടുത്തതിൽ വല്ല തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ വീഡിയോ നമ്മൾ വിചാരിച്ച് നമ്മുടെ വീടും പരിസരമൊക്കെ കാണിക്കാൻ നിങ്ങളെ പരിചയപ്പെടുത്താനൊക്കെ ആയിരുന്നു. അത് എന്തായാലും സാധിച്ചു. പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല. അങ്ങനെയല്ല എല്ലാവരും ചെയ്ത് പഠിക്കാണ് കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം. പിന്നെ ഞങ്ങളുടെ ഒരു ഭാഗം ഏരിയ പിന്നെ ഞങ്ങളുടെ ചുറ്റുപാട് കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള വീഡിയോയിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഒക്കെ വരുന്നോടത്ത് വെച്ച് കാണാം. അങ്ങനത്തെ ഉള്ളൊരു രീതി. അല്ലാണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ആരെങ്കിലും വെറുപ്പിക്കലോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പരമാവധി ഞങ്ങളെ വീഡിയോസുകളും എല്ലാവർക്കും ഷെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിച്ച വെച്ച് വരാമെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു രീതി. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പിന്നെയും അടുത്ത വീഡിയോ നമുക്ക് മീൻതട്ടിൻ്റെ അവിടെ പോയിട്ട് ഞാനമ്മൊക്കെ നിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരാം. കച്ചവടം ചെയ്യുന്ന ആ ഒരു ലൈനിലായിട്ട് ഞങ്ങൾ വരാം. പിന്നെ 2 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടം കാര്യങ്ങളും കുറവാണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ബായ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.